ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ ആദ്യത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. നമ്മൾ ഈ ബൈബിളിലൊരു വചനമുണ്ട്, അവൻ കുനിഞ്ഞിരിക്കുന്നവരൊക്കെയും നിവർത്തുന്നു എന്നുള്ളത്. കുനിഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ വല്ലാത്ത ലോഡെടുത്ത് മാനസികമായി തകർന്ന് നിങ്ങൾ കുനിഞ്ഞിരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടന്നിരിക്കുന്ന ചില സംഭവങ്ങളെ പ്രതി, ചില കാര്യങ്ങളെ പ്രതി നിങ്ങളുടെ ശിരസ് കുനിഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ നാണിച്ച് തല കുമ്പിട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ അത്തരത്തിൽ ശാരീരികമായിട്ടുള്ള ചില വേദനകൾ നിമിത്തം തല കുനിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കാം. എനിവേ, ഏത് വിധത്തിലാണെങ്കിലും കുനിഞ്ഞിരിക്കുന്ന നിങ്ങളെ നിവർത്തുവാൻ ഇന്ന് യേശു കർത്താവ് നിങ്ങളുടെ തൊട്ടരികിലേക്ക് വന്നിരിക്കുകയാണ്. പ്രശ്നം ഏതാണെങ്കിലും, പ്രതിസന്ധി ഏതാണെങ്കിലും, രോഗം ഏതാണെങ്കിലും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആ വിടുതൽ പ്രഖ്യാപിക്കുകയാണ്. ആമേൻ. അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ സ്പോൺസർ, ഒരു പ്രൈം സ്പോൺസറാണുള്ളത്. പനമ്പള്ളി നഗറിൽ നിന്ന് ഓമന ജോണി, ഞങ്ങൾ ഓമന ആൻറ്റി എന്ന് വിളിക്കും. ഇന്ന് ഓമന ആൻറ്റിയുടെ 80ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഓമന ആൻറ്റി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 26 വർഷമായിട്ടുള്ള ഞങ്ങളുടെ പരിചയമാണ്. 26 വർഷമായിട്ട് ബ്ലെസ്സിങ് ടുഡേയുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിലാണ്. താനൊരു പ്രധാനപ്പെട്ട കേരളത്തിലെ, കൊച്ചിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് അനേക വർഷങ്ങൾ പ്രവർത്തിച്ച, മാതൃക അധ്യാപികയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ന് ബ്ലെസ്സിങ് ടുഡേയുടെ ഒപ്പം താൻ നിൽക്കുകയാണ്. വളരെ സന്തോഷം ആൻറ്റി. ഇനിയും ഇതുപോലെ അനേക വർഷങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ആൻറ്റിയെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ബ്ലെസ്സിങ് ടുഡേയുടെ പേരിൽ, പാസ്റ്റർ ഡാമിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവെ, തൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുവാൻ, തൻ്റെ 2 ആൺമക്കളും കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ, സാമ്പത്തികവും ആത്മീകവും ശാരീരികവുമായ എല്ലാ മേഖലകളിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ആൻറ്റിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിൻ്റെ ആ സീരീസിൻ്റെ 2ാമത്തെ വീക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കണ്ടോ? എല്ലാവരും വാച്ച് ചെയ്തോ? നോട്ട്സ് എഴുതിയോ? മറ്റുള്ളവർക്ക് അത് അയച്ചു കൊടുത്തോ? ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പല പ്രാവശ്യം പറഞ്ഞു, ആദ്യമായിട്ടാണ് മോർണിംഗ് ഗ്ലോറിയിൽ ഇങ്ങനൊരു സീരീസ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഐ ആം റിയലി എക്സൈറ്റഡ് ബിക്കോസ് ദിസ് ഈസ് റിലേറ്റഡ് ടു ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഈസ് one of my favorite topics. എനിക്ക് ഒത്തിരി ഇഷ്ടം മീൻസ് ഒത്തിരി ഇഷ്ടം. പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെ സംസാരിക്കാനും, കാരണം പരിശുദ്ധാത്മാവില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടത് ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇവയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല, ഒരു നിയമവുമില്ല, ഒരു റൂളുമില്ല. എല്ലാത്തിനും മുകളിൽ നിൽക്കുന്നതാണ് ദി ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നാൽ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഏദൻ തോട്ടത്തിൽ പോയി. അവിടെ 2 തരം വൃക്ഷങ്ങളുണ്ടായിരുന്നു, ജീവവൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും. 2 തെരഞ്ഞെടുപ്പുകളാണ്, 2 മാർഗങ്ങളാണ്, 2 ഫ്യൂച്ചറാണ്, 2 ഡെസ്റ്റിനേഷനാണ്, 2 ഡെസ്റ്റിനിയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ നിർഭാഗ്യവശാൽ ഹവ്വയും ആദവും തിരഞ്ഞെടുത്തത് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ്. ആ ഫലം കഴിച്ചു. അവർ നഗ്നരം നിറഞ്ഞു. പിന്നീട് അവരുടെ നിന്നും ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ മഹത്വവും വിട്ടുമാറി. അവർ പെട്ടെന്ന് അവരെ പ്രലോഭനത്തിൽ വീഴ്ത്തിയ സാത്താനെ പോലെ തന്നെ പാപം അവരിലേക്ക് പ്രവേശിച്ചു. അവരിലേക്ക് മാത്രമല്ല, മണ്ണിലും വിണ്ണിലും എല്ലായിടങ്ങളിലും പാപത്തിൻ്റെ ഒരു അധിനിവേശം ഉണ്ടായി. അങ്ങനെ എല്ലാത്തിൻ്റെയും വീഴ്ചയിലേക്ക് വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. എന്നാൽ ജീവൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അമർത്യതയിലേക്ക്, നിത്യജീവനിലേക്ക്, നിത്യരക്ഷയിലേക്ക് നടത്തുന്നതാണ്. എന്നാൽ അതാണ് മിസ്സായിപ്പോയത്. അതിനുശേഷം നമ്മൾ
ദ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് കണ്ടു ഇല്ലേ. അതായത് ഗലാത്യലേഖനം 5-ാം അധ്യായം 16 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 21 വരെയൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് 19 മുതൽ ഇങ്ങോട്ടുള്ള വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് 17 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതൊരു സാമ്പിൾ മാത്രമാണ്, ധാരാളം ഇനിയുണ്ട്. അതിന് നമ്മൾ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തു. സെക്ഷുവലായിട്ടുള്ളുണ്ട്, ബിഹേവിയറലുണ്ട്, വിച്ച് ക്രാഫ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള പലതും അതിനകത്തുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ കൃപാവരങ്ങളും വരങ്ങളും ഫലവും തമ്മിലുള്ള വ്യത്യാസം അത് നമ്മൾ കണ്ടു. വരങ്ങളും ഫലവും തമ്മിലുള്ള വ്യത്യാസം. അതിനുശേഷം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, 4 ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട 4 ഐറ്റംസ് നമ്മൾ കണ്ടു. ഇന്ന് 5-ാമത്തേതിലേക്ക് നമ്മൾ പോവുകയാണ്. കൈൻഡ്നെസ് അല്ലെങ്കിൽ ദയ. കൈൻഡ്നെസ്. നമുക്ക് എഫെസ്യ ലേഖനം 4:32 ബി കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് ടു വൺ അനദർ, forgiving each other just as in Christ God forgave you. അപ്പോൾ അവിടെ പറയുന്നതനുസരിച്ച് നിങ്ങൾ മനസ്സലിവും ദയയും ഉള്ളവരായിരിക്കണം. തമ്മിൽ മാത്രമല്ല തമ്മിൽ ക്ഷമിക്കണം. ജസ്റ്റ് ആസ് ഇൻ ക്രൈസ്റ്റ് ഗോഡ് forgave us. ക്രിസ്തുവേശുവിൽ നമ്മോട് ദൈവം ക്ഷമിച്ചതുപോലെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തുവേശുവിൽ നമ്മോട് ദൈവം ക്ഷമിച്ചതുപോലെ നമ്മൾ പരസ്പരം ക്ഷമിക്കുവിൻ. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിക്കണം. ഇതൊക്കെ നമ്മൾ വളരെ ശക്തമായ ഭാഷയിൽ പൗലൂസ് നമ്മളോടിത് പറഞ്ഞിട്ടുണ്ട്. ദയുള്ളവരായിരിക്കണം, മനസ്സലിവ് ഉള്ളവരായിരിക്കണം. കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓപ്ഷണൽ ഫോർ എ ബിലീവർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ദയ കാണിക്കുക എന്നല്ല. ഇറ്റ്സ് എ മാർക്ക് ഓഫ് ദ സ്പിരിറ്റ്സ് പ്രസൻറ്റ് ലിവിങ് ഇൻ അസ്. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അടയാളമാണ്. അതായത് തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അതൊരു മാർക്കാണ്, ശിഷ്യന്മാരുടെ ഒരു മാർക്കാണ്. ഇതുപോലെ തന്നെ ഈ ആത്മാവിൻ്റെ ഫലം എല്ലാം ഓരോ ഐറ്റവും ഓരോ സൈനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഹീലിംഗ് ഇൻ ഹ്യൂമൻ ഫോം, ജെൻറ്റിൽനെസ് ഇൻ ആക്ഷൻ ആൻഡ് മേഴ്സി മെയ്ഡ് വിസിബിൾ. കൈൻഡ്നെസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹീലിംഗ് ഇൻ ഹ്യൂമൻ ഫോം, മനുഷ്യരൂപത്തിൽ വരുന്ന രോഗസൗഖ്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ വളരെ സോഫ്റ്റായി ടെൻഡർ ഹാർട്ടഡായി ഉള്ള നമ്മുടെ പെരുമാറ്റം. മേഴ്സി മെയ്ഡ് വിസിബിൾ, കരുണ ദൃശ്യമാകുന്നത് ദയയിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ഹൃദയമില്ലാത്ത മനുഷ്യരെ പോലെ മനുഷ്യരായിക്കൊണ്ടിരിക്കുകയാണ്, സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. 2 തിമോത്തിയോസ് ഐ തിങ്ക് 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു അന്ത്യകാലത്തെ മനുഷ്യരെക്കുറിച്ച് 3-ലോ 4-ലോ വ്യക്തമായൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അന്ത്യകാലത്തെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ വഴങ്ങാത്തവരും സ്വാർത്ഥമോഹികളും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും, അങ്ങനെ വലിയൊരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കാലത്തിലേക്കാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ആ സമയത്ത് ഈ കൈൻഡ്നെസ് എന്നൊക്കെ പറയുന്നത് പല സ്ഥലങ്ങളിലും വെരി വെരി റെയർ ആയിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പക്ഷേ ആത്മാവിന് മാറ്റമില്ല, ആത്മാവിൻ്റെ ഫലത്തിന് മാറ്റമില്ല. ആത്മാവിൻ്റെ ഫലം കായ്ക്കേണ്ടവർക്ക് ഇന്നും കായ്ക്കാം. കൈൻഡ്നെസ് ഈസ് ഡൂയിങ് വാട്ട് വി വാണ്ട് അതേഴ്സ് ടു ഡു ടു അസ് ടു ദം. ദയ എന്ന് പറയുന്നത് മറ്റുള്ളവർ നമ്മളോട് എന്ത് കാണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ അവരോട് ചെയ്യുന്നതാണ് ദയ. എല്ലാവരും നമ്മളോട് ദയയോടെ പെരുമാറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബെനവലൻറ്റ് ആറ്റിറ്റ്യൂഡ്. വളരെ ഉദാരമനസ്കതയോടെയും അലിവോടുകൂടെയുമുള്ള നമ്മുടെ ഒരു മനോഭാവം. അതുപോലെ ഗ്രേസ് എക്സ്പ്രസ്ഡ് ഇൻ ടാഞ്ചിബിൾ വേസ്. കൃപ ദൃശ്യമായ രീതിയിൽ, സ്പർശിക്കാവുന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ് ദയ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഗോസ് ബിയോണ്ട് ബീയിങ് നൈസ്. കൈൻഡ്നെസ് ഇസ് ഇൻറ്റൻഷണൽ കമ്പാഷൻ. ഒരു നൈസായിട്ടൊക്കെ പെരുമാറുക എന്നതിൻ്റെ അപ്പുറത്താണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻറ്റൻഷണൽ കമ്പാഷൻ. വളരെ മനഃപൂർവ്വമായി മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന മനസ്സലിവും അതിനോട് ചേർന്നുള്ള പ്രവൃത്തിയുമാണ് കൈൻഡ്നെസ്. ഈ കൈൻഡ്നെസ് ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം?
ഇറ്റ് വിൽ സീക്ക് ഔട്ട് വേസ് ടു സെർവ്. എങ്ങനെ മറ്റുള്ളവരെ സെർവ് ചെയ്യണമെന്നുള്ളത് അന്വേഷിക്കും. എങ്ങനെ ഒരാളെ സഹായിക്കാം, എങ്ങനെ ഒരാളെ താങ്ങാം, എങ്ങനെ ഒരാളെ അപ്ലിഫ്റ്റ് ചെയ്യാം. ഇതൊക്കെ ചിന്തിച്ച് നോക്കി കണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി അത് ദൈവത്തിനുണ്ട്. നമ്മൾ തകരുമ്പോൾ കർത്താവ് പറയുന്ന ആപത്ത് കാലത്ത് മോനെ ഞാൻ നിൻ്റെ അടുത്ത തുണയാണ്, മകളെ ഞാൻ നിൻ്റെ അടുത്ത തുണയാണ്. ഏറ്റവും ദയയുള്ളത് ദൈവത്തിനാണ്. ദൈവത്തിൻ്റെ ദയ കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഇങ്ങനെ ഇപ്പോഴും കഴിഞ്ഞു കൂടുന്നത്. സോ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്തും ഓർക്കുക, അവൻ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ തൊടുകയും സൗഖ്യമാക്കുകയും ചെയ്തു. കുഷ്ഠരോഗികളായാലും അംഗവൈകല്യമുള്ളവരായാലും മരിച്ചവരായാലും, മരിച്ച് ശരീരം ചീഞ്ഞ് നാറിക്കൊണ്ടിരുന്നിട്ട് പോലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും യേശു നിന്ന് ജീവൻ നൽകുന്നു. സോ യേശുവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, ദ ഹാർട്ട് ഓഫ് ജീസസ് ഈസ് ഫോർ ദ ഹേർട്ടിങ് ഹ്യൂമാനിറ്റി. കർത്താവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇങ്ങനെ മുറിവേറ്റും തകർന്നും നശിച്ചും കൊണ്ടിരിക്കുന്ന മാനവജാതിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ആ ഹൃദയമാണ് യേശുവിൻ്റെ അകത്തുള്ളത്. ആ ഹൃദയം നമ്മിൽ വരുന്നതാണ് ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത്. കൈൻഡ്നെസ് ഈസ് ദ സ്പിരിറ്റ്സ് ആൻസർ ടു ക്രൂവൽറ്റി, സെൽഫിഷ്നെസ് ആൻഡ് ഇൻഡിഫറൻസ്. ഈ ഭൂമിയിലുള്ള മനുഷ്യർ ഭയങ്കര ക്രൂരന്മാരാണ്, പലരും സ്വാർത്ഥരാണ്. അതുകൂടാതെ ഒരു നിസ്സംഗ സ്വഭാവം, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു സ്വഭാവം. അതിനുള്ള മറുമരുന്നാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വളർത്തിയെടുക്കുന്ന കൈൻഡ്നെസ്. ഈസ് ദാറ്റ് ക്ലിയർ? ഇനി നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒന്നാണ് നല്ല ശമര്യക്കാരൻ്റെ ഉപമ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 33-34 വചനങ്ങളിൽ, But a Samaritan, as he traveled, came where the man was, and when he saw him, he took pity on him. ഈ അതിനു മുമ്പ് ചില സംഭവങ്ങളുണ്ട്. അറിയാലോ, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെയാണ് കള്ളന്മാർ ആക്രമിച്ച് അവൻ്റെ എല്ലാം കവർന്ന് അവനെ അർദ്ധപ്രാണാവസ്ഥയിൽ വഴിയരികെ തിട്ടിട്ട് പോയി. ഇങ്ങനൊരു വലിയ കാഷ്വാലിറ്റി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുമ്പോൾ ആ വഴിയായിട്ട് ഒരു ലേവ്യൻ വന്നു, ആ വഴിയായിട്ട് ഒരു ശാസ്ത്രിയോ ആരൊക്കെയോ വന്നു. പക്ഷെ ഇവരാരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതെ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഡിഫറൻസോടുകൂടെ അവർ നടന്നുപോയി. എന്നാൽ ഒരു ശമരിക്കാരെന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം, യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല. അത് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയുമായി യേശു സംസാരിക്കുമ്പോൾ ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, യഹൂദന്മാർക്കും ഞങ്ങൾക്കും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ലല്ലോ. പക്ഷേ ഈ ഇവർ തമ്മിൽ റേഷ്യൽ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും ഈ ശമര്യക്കാരൻ വന്ന് വളരെ ദയയോടുകൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അറിയാലോ, അവിടെ ചെന്നിട്ട് അദ്ദേഹത്തെ ആ മുറിവുകളെല്ലാം കെട്ടി തന്നെ ഒരു സത്രത്തിൽ കൊണ്ടുപോയി ആക്കി, വീഞ്ഞും എണ്ണയും പകർന്ന് മുറിവുകൾ കഴുകി ബാൻഡേജ് ചെയ്ത് അതിനുശേഷം തൻ്റെ തന്നെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുപോയി ആക്കി അവിടെ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഇനി എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി വരുമ്പോൾ അത് ചെയ്തോളാം എന്ന് വരെ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ ഒരു പുരോഹിതനും ഒരു ലേവ്യനും ആ വഴിക്ക് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്കില്ലാത്ത ഒരു ദീനാനുകമ്പ, ദയ ഇദ്ദേഹം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കഥയിലെ ഹീറോ ആയിട്ട് മാറുന്നത് ആരാണ്? ദ സമാരിറ്റൻ ബിക്കംസ് ദ ഹീറോ ഓഫ് കൈൻഡ്നെസ്. ദയയുടെ ഒരു ഹീറോ ആയിട്ട് ഈ ശമര്യക്കാരനെ യേശു കർത്താവ് ചിത്രീകരിക്കുകയാണ്. എന്നാൽ ശമര്യക്കാരൻ എന്ന് പറഞ്ഞാൽ പോലും ഈ യഹൂദന്മാർക്ക് ഈ ആക്സെപ്റ്റ് ചെയ്യാൻ പോലും സാധ്യമല്ല. പക്ഷേ കർത്താവ് ആ ഉപമയെ അതുപോലെയാണ് ഡിസൈൻ ചെയ്ത് പറഞ്ഞത്. നിങ്ങൾക്കാർക്കുമില്ലാത്ത ദയ ഇതാ ഈ ശമര്യക്കാരനിൽ കാണുന്നു. നല്ല അയൽക്കാരൻ ആരാണ് എന്ന് പഠിപ്പിച്ചപ്പോഴാണല്ലോ കർത്താവ് ഈ ഉപമ പറഞ്ഞത്. ആരാണോ സഹായത്തിനെത്തുന്നത്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്നത് പോലെയുള്ളൂ. ഇവിടെ ഈ ശമര്യക്കാരൻ ചെയ്ത കാര്യങ്ങൾ, ഹി സോ ദ മാൻ, ഒന്ന് ആ മനുഷ്യനെ കണ്ടു, സ്റ്റോപ്ഡ് ഫോർ ദ മാൻ, ആ മനുഷ്യന് വേണ്ടി അദ്ദേഹം അവിടെ നിന്നു. താൻ യാത്രയിലാണ്, പക്ഷേ അവിടെ നിന്നു. ഹി സെർവ് ദ മാൻ, ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു.
അതിനുശേഷം ഹി സ്പെൻഡ് ഓൺ ദ മാൻ. ആ മനുഷ്യന് വേണ്ടി പണം ചെലവഴിച്ചു. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ കണ്ടു, അവിടെ നിന്നു, ശുശ്രൂഷിച്ചു, ചെലവഴിച്ചു. ഇത്രയും കാര്യങ്ങൾ ശമര്യക്കാരൻ അവിടെ ചെയ്യുന്നു. അപ്പോൾ സംഭവിക്കുന്നത് കൈൻഡ്നസ് ഇൻറ്ററപ്റ്റ്സ് സ്കെഡ്യൂൾസ്. അദ്ദേഹവും ഒരു വഴിപോക്കനാണ്, ഒരു യാത്രയിലാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് തിരക്ക് പിടിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്താനുണ്ടായിരിക്കാം. ലേവിനും പുരോഹിതനും ഒക്കെ അവർക്കും പല സ്കെഡ്യൂൾസുണ്ട്. അത് അപ്സെറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഓടിയതാകാം. പക്ഷേ ഈ ശമര്യക്കാരനും അദ്ദേഹം കഴുതപ്പുറത്ത് പോവുകയാണ്, എവിടേക്കോ തിരക്ക് പിടിച്ച് പോവുകയാകാം. എങ്കിൽ പോലും അദ്ദേഹം ചെയ്തത് തൻ്റെ മറ്റുള്ളതെല്ലാം മാറ്റിവെച്ച് അവിടെ വന്ന് നിന്ന് പരിചരിച്ച് പണം ചെലവിട്ട്, താൻ ആരാണെന്ന് പോലും അറിയില്ല, ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നതാകാം, പക്ഷെ അത് ശുശ്രൂഷിച്ചു. അപ്പം എൻ്റെ അർത്ഥം കൈൻഡ്നെസ്. സോ വെൻ യു ആർ കൈൻഡ് ടു സം പീപ്പിൾ ഇറ്റ് മേ കോസ്റ്റ് സംതിങ്. ദയ കാണിക്കുമ്പോൾ അതിന് ചിലവുണ്ട്, ബട്ട് ഇറ്റ് ഓൾവേസ് ലീവ്സ് സംവൺ ഹീൽഡ്. പക്ഷേ ദയ കാണിക്കുമ്പോൾ ഓർക്കേണ്ടത് ആരെങ്കിലുമൊക്കെ സൗഖ്യമാകും, ആരെങ്കിലുമൊക്കെ മുറിവുകൾ സൗഖ്യമായി അവരുടെ ജീവൻ തിരിച്ചു കിട്ടും. ഒരു പക്ഷേ ഇദ്ദേഹം കൂടെ ഈ ഈ യഹൂദനെ അവിടെ ഇട്ടിട്ട് പോയിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? മിക്കവാറും ചോര വാർന്ന് അവിടെ തന്നെ അദ്ദേഹം മരിച്ചു പോയേനെ. ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ വളരെ നിരാശയുള്ളവനായി മരിക്കാൻ തീരുമാനിച്ചു. കാരണം ആർക്കും തന്നോട് സ്നേഹമില്ല, ആർക്കും തന്നോടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല, എന്തിനിങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഒരു കുറിപ്പ് താൻ എഴുതി, പോകുന്ന വഴിക്ക് ഇഫ് വൺ പേഴ്സൺ സ്മൈൽസ് അറ്റ് മീ ഓൺ ദ വേ ഐ വിൽ നോട്ട് ജമ്പ്. അദ്ദേഹം പോകുന്നത് ഒരു പാലത്തിലേക്കാണ്, ഒരു ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നാണ് എടുത്ത് ചാടാൻ പോകുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് ആരെങ്കിലും ഒരാളെങ്കിലും എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ ഞാൻ ചാടാതെ തിരിച്ചു പോരും. ഇതാണ് അദ്ദേഹം ഉള്ളിൽ ചിന്തിച്ചത്. പക്ഷെ സംഭവിച്ചത്, ആരും അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചില്ല. അന്നത്തെ ദിവസം അദ്ദേഹം ചാടി മരിച്ചു. കുറിപ്പ് കണ്ടുകിട്ടി. ഇങ്ങനെയുള്ളൊരു ലോകമാണ് നമുക്കുള്ളത്. പക്ഷേ അത്ഭുതകരമായ ഓപ്പോസിറ്റ് നടന്ന കാര്യങ്ങളുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചർച്ചിൽ ഒരു മനുഷ്യൻ വന്ന് ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് ഓഫറിങ്ങിൻ്റെ സമയമാണ്. ഓഫറിങ്ങിൻ്റെ സമയത്ത് ഓഫറിങ് പ്ലേറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഓരോ വരികളിൽ ഇങ്ങനെ നിരകളിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഷേഴ്സ് രണ്ടറ്റത്ത് നിൽക്കും. നിന്നിട്ട് പാസ് ചെയ്യും. അപ്പുറത്തെ ആൾ അവിടം വരെ എത്തിക്കഴിഞ്ഞ് ഇപ്പുറത്തെ റോയിലേക്ക് കൊടുക്കും, ഇവിടെ വരും, ഇവിടെ എത്തുമ്പോൾ അടുത്തതിലേക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു വോളണ്ടിയർ അവിടെ നിന്ന്, അഷർ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് അകത്ത്. ഒരറ്റത്തിരിക്കുന്നൊരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യനെ ഒന്ന് കയറി തോളത്തൊന്ന് തൊടണം. ഉള്ളിലിങ്ങനെ തോന്നുകയാണ്. പക്ഷേ സ്തോത്രക്കാഴ്ച എടുക്കാൻ നിൽക്കുന്ന ആൾ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലാത്തൊരു മനുഷ്യന് തോളത്ത് കയറി ടച്ച് ചെയ്താൽ എന്താകും? പക്ഷേ സ്ട്രോങ് ആയിട്ട് വരിക. അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ തോളത്ത് സ്നേഹത്തോടെ ഒന്ന് തട്ടി. എന്നിട്ട് അദ്ദേഹം സർവീസ് കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയി. അന്ന് രാത്രിയായപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോളിൽ അങ്ങേ തലക്കുള്ള ആൾ പറയുകയാണ്, ഐ എം ഡോക്ടർ സോ ആൻഡ് സോ. ഞാൻ ഇന്ന് പള്ളിയിൽ വന്നിരുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒരു പ്രയാസത്തിലൂടെ പോവുകയാണ്. വേറെ ഒന്നുമില്ല, ഈ അടുത്തിടെ അദ്ദേഹത്തിന് ഒരു ഡിവോഴ്സ് സംഭവിച്ചു. അങ്ങനെ താൻ ഏകനായി, ലൈഫ് മുഴുവൻ ഷാറ്റേഡായി, ജീവിച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ വിചാരിച്ച് വളരെ വിഷമിച്ച് ആരാധനയിൽ വന്നിരിക്കുമ്പോൾ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം വേണം. ആരെങ്കിലും ഒരാൾ വന്ന് എൻ്റെ ഈ തോളത്ത് വന്ന് ഒന്ന് സ്പർശിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നീ എന്നെ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കും. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച നിമിഷങ്ങൾക്ക് ശേഷമാണ് ഈ സ്തോത്രക്കാഴ്ച എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ തോളിൽ കയറി പിടിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, യു മെയ്ഡ് മൈ ഡേ. നിങ്ങൾ എന്നെ സ്പർശിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സൂയിസൈഡലായി പോയേനെ. അപ്പോൾ രണ്ടും ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ദയുള്ളൊരു മനുഷ്യനായി ജീവിക്കാൻ എന്നെ സഹായിക്കണം. എൻ്റെ കൈകളിലൂടെ, എൻ്റെ കൈകളുടെ സ്പർശത്തിലൂടെ, എൻ്റെ നോട്ടത്തിലൂടെ, എൻ്റെ പ്രാർത്ഥനയിലൂടെ, എൻ്റെ ശുശ്രൂഷയിലൂടെ
ദയ പുറത്തേക്ക് വരട്ടെ. യേശു കർത്താവിൽ വെളിപ്പെട്ട ആ ദയ, നല്ല ശമരിക്കാരനിൽ വെളിപ്പെട്ട ആ ദയ, ഞാൻ ഈ പറഞ്ഞ അഷറിൽ വെളിപ്പെട്ട ആ ദയ, കർത്താവ് എന്നിൽ ഈ തലമുറയിൽ എൻ്റെ ആയുസ്സിൽ വെളിപ്പെടട്ടെ. എന്നിലൂടെ അനേകർ സൗഖ്യമാട്ടെ, അനേകരുടെ മുറിവുകൾ എന്നിലൂടെ ഉണങ്ങട്ടെ, അനേകരുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ. പ്രാർത്ഥിക്കുക. തീത്തോസിൻ്റെ ലേഖനം 3-4-5 വചനങ്ങളിൽ, ബട്ട് when God our Savior revealed His kindness and love, He saved us, not because of the righteous things we had done, but because of His mercy. നോക്കൂ, നമ്മുടെ കർത്താവായ യേശു അല്ലേ, നമ്മുടെ രക്ഷിതാവായ നമ്മുടെ ദൈവം തൻ്റെ ദയയാലും തൻ്റെ സ്നേഹത്താലും നമ്മെ രക്ഷിച്ചു. നമ്മൾ ചെയ്ത നീതിപ്രവൃത്തി കൊണ്ടല്ല, തൻ്റെ കരുണയാലത്രേ. ഇത് പ്രാപിച്ചവരാണ് നമ്മൾ. ഈ ഭൂമിയിലുള്ള ഒരാൾ പോലും ദൈവത്തിൻ്റെ ദയ ആസ്വദിക്കാത്തവരായിട്ടില്ല. അവർ തിരിച്ചറിഞ്ഞാലും ഇല്ലേലും ദൈവത്തിൻ്റെ ദയ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. യേശു കർത്താവ് കുഷ്ഠരോഗികളെ സ്പർശിച്ചു. വളരെ ഔട്ട്കാസ്റ്റായിട്ടുള്ള ആളുകൾ, പുറജാതിക്കാരോട് പോലും കർത്താവ് സംസാരിച്ചു. വിശക്കുന്നവർക്ക് അവൻ ഭക്ഷണം കൊടുത്തു. കൂടാതെ വളരെ അപമാനിക്കപ്പെട്ട പലർക്കും വേണ്ടി അവൻ നിന്നു, ദയ കാണിച്ചു. ഉദാഹരണത്തിന്, വ്യഭിചാരക്കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കല്ലെറിയുവാൻ വേണ്ടി സകലരും വന്നു നിൽക്കുമ്പോൾ കർത്താവ് ദയ കാണിച്ചത് കൊണ്ടല്ലേ ആ സ്ത്രീ അന്ന് രക്തം വാർന്ന് മരിച്ചു വീഴാതിരുന്നത്. അപ്പോൾ യേശു കർത്താവ് ദയയെക്കുറിച്ച് പ്രസംഗിച്ചു എന്ന് ആരും ചിന്തിക്കരുത്. പ്രസംഗിക്കുക മാത്രമല്ല, ഹി ബിക്കെയിം കൈൻഡ്നെസ് ഫോർ us. അവൻ്റെ കൈൻഡ്നെസ് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നുള്ളത് മറക്കരുത്. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഒരു ഉദ്ധരണി ഇങ്ങനെയാണ്: കൈൻഡ്നെസ് ഈസ് എ ലാംഗ്വേജ് ദ ഡെഫ് ക്യാൻ ഹിയർ ആൻഡ് ദ ബ്ലൈൻഡ് ക്യാൻ സീ. അതായത് കുരുടന്മാർക്ക് കാണാനും ചെകിടർക്ക് കേൾക്കാനും കഴിയുന്നൊരു ഭാഷയാണ് ദയ. എന്ന് വെച്ചാൽ, കുരുടനായിട്ടുള്ള ഒരാളോട് ദയ കാണിച്ചാൽ അയാൾക്ക് ആ ഭാഷ മനസ്സിലാവും. അതുപോലെ തന്നെ കാത് കേൾക്കാത്തൊരു ബധിരനായ ആൾക്ക് നാം ദയ കാണിച്ചു കൊടുത്താൽ അയാൾക്കും അത് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ലാംഗ്വേജാണ് ദയ എന്ന് പറയുന്നത്. ജോൺ വെസ്ലി പറഞ്ഞത് ഇങ്ങനെയാണ്: Do all the good you can, to all the people you can, in all the ways you can, as long as you ever can. Wow! ജോൺ വെസ്ലിയാണത് പറഞ്ഞത്. അതായത്, ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മയും ചെയ്യുക. ആർക്കൊക്കെ ചെയ്യാമോ അവർക്കെല്ലാം ചെയ്യുക. ഏതൊക്കെ രീതിയിൽ ചെയ്യാമോ ആ രീതിയിലെല്ലാം ചെയ്യുക. എത്ര നാൾ ചെയ്യാമോ അത്രയും നാൾ ചെയ്യുക. കാരണം അതൊക്കെയാണ് ഇവിടെ നമ്മൾ ദയയുടെ വിത്തുകളായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വഭാവ ശ്രേഷ്ഠതയായി നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ കഴിയുന്നത്. ഇനി മദർ തെരേസ പറഞ്ഞത് കേൾക്കണം: ഐ പ്രിഫർ യു ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ കൈൻഡ്നെസ് ദൻ വർക്ക് മിറക്കിൾസ് ഇൻ അൺകൈൻഡ്നെസ്. ദയയില്ലാതെ വലിയ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ ദയയോടുകൂടെ ചില തെറ്റുകൾ വരുത്തിയാലും അതായിരിക്കും നല്ലത് എന്ന് മദർ തെരേസ പറയുന്നു. സദൃശവാക്യങ്ങൾ 15:4, Proverbs 15:4, a soothing tongue speaking words that build up and encourage is a tree of life, but a perverse tongue speaking words that overwhelm and depress crushes the spirit. അപ്പോൾ അവിടെ പറയുന്നത് സൂത്തിങ് ടങ്, വളരെ ശാന്തതയുള്ള, വളരെ സോഫ്റ്റായി നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു നാവ്. സ്പീക്കിംഗ് വേർഡ്സ് ദാറ്റ് ബിൽഡ് അപ്പ് ആൻഡ് എൻകറേജ്, മറ്റുള്ളവരെ പണിയുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ആ ഭാഷ സംസാരിക്കുന്ന ഒരു നാവ് ഈസ് എ ട്രീ ഓഫ് ലൈഫ്, ജീവവൃക്ഷമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവവൃക്ഷത്തിൻ്റെ ഫ്രൂട്ടിലൊന്നാണ് ദയ എന്ന് പറയുന്നത്. ഓർക്കേണ്ട കാര്യം, എ കൈൻഡ് വേർഡ് ക്യാൻ റെസറക്റ്റ് ഹോപ്പ്. നല്ല ദയോടുകൂടി ഒരു വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ദയോടുകൂടി ഒരു വാക്ക് പറയുന്ന സമയത്ത് അകത്തുള്ള പ്രത്യാശയെ അത് ഉയർപ്പിക്കും, ഉയർത്തെഴുന്നേൽക്കാനിടയാകും. എ കൈൻഡ് ഹാൻഡ് ക്യാൻ പുൾ സംവൺ ഔട്ട് ഓഫ് ഡെസ്പെയർ. നിരാശയുടെ അടിത്തട്ടിൽ കിടക്കുന്ന, പുറത്തേക്ക് വരാൻ പോലും കഴിയാതെ കിടക്കുന്ന ആളുകളെ ഒരു ദയോടുകൂടി ഒന്ന് കൈനീട്ടിയാൽ അതിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിയും. എ കൈൻഡ് ഹാർട്ട് ക്യാൻ റിവീൽ ക്രൈസ്റ്റ് മോർ ദാൻ 1,000 sermons. 1000 പ്രസംഗങ്ങളെക്കാൾ
ദയോടുകൂടിയ ഒരു ഹൃദയത്തിന് ക്രിസ്തുവിനെ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും വചനത്തിലൂടെ നമ്മൾ ദൈവത്തെ വരച്ചു കാട്ടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമ്മൾ ദയ കാണിക്കുമ്പോൾ കൂടുതലായി മനുഷ്യർ ക്രിസ്തുവിനെ കാണുവാനിടയാകും. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, ഞാൻ ദയുള്ളൊരു വ്യക്തിയാണോ? എത്രത്തോളം ക്രിസ്തുവിൻ്റെ ദയ എന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇനി ആരെങ്കിലുമൊക്കെ വേദനയിലിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ? എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എൻ്റെ ദിനംതോറുമുള്ള ജീവിതത്തിൽ കൊച്ചു കൊച്ചു ദയയുടെ പ്രവൃത്തികൾ ഞാൻ ചെയ്യാറുണ്ടോ? അവരവരായി നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള ചില ചിന്തകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഒരു തീരുമാനം ഇന്നെടുക്കുക. ഇന്ന് മുതൽ കർത്താവേ, കൊച്ചു കൊച്ചു ദയയുടെ പ്രവൃത്തികൾ ചെയ്യാൻ ഞാൻ വില്ലിങ്ങാണ്, നീ എന്നെ അതിനു വേണ്ടി സഹായിക്കണമേ എന്നൊക്കെ ഒരു തീരുമാനം അകത്തെടുക്കുക. എല്ലാവരും ഒന്ന് കൈനീട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ദയയാലാണല്ലോ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്നതും മുന്നിലേക്ക് പോകുന്നതും. ഓരോ രാവിലെ തോറും കർത്താവ് നിൻ്റെ ദയ, നിൻ്റെ കരുണ, ഇതൊക്കെ പുതിയതായി ഫ്രഷായി ഞങ്ങൾക്ക് കിട്ടുന്നു. താങ്ക് യു ജീസസ്. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ അകത്തും പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു ഫലം പുറപ്പെട്ടു വരുവാൻ, വിളയുവാൻ, വളരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി പിടിക്കാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ തലയിലുള്ള സ്കാൾപ്പിലൊക്കെ ഉള്ള ആ സ്കിന്നിൽ ഭയങ്കരമായ എന്തോ ചൊറിച്ചിലും വ്രണങ്ങളും ഒക്കെയുള്ള ആരെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വളരെ സിവിയറായിട്ടുള്ള അലർജി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം, ജീസസ് നെയിം, ജീസസ് നെയിം. അതുപോലെ ക്യാൻസർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് ക്യാൻസർ ആകാം, ബ്രസ്റ്റ് ക്യാൻസർ ആകാം, കോളൻ ക്യാൻസർ ആകാം, ഏത് രീതിയിലുള്ള ആയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ളവർ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, കൈനീട്ടി പിടിച്ചിരിക്കുമ്പോൾ കർത്താവെ, ഏതാവശ്യത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. സാമ്പത്തിക ആവശ്യങ്ങൾ, അതുപോലെ ഏതാവശ്യത്തിലും കർത്താവ് അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ലിങ്കുകൾ ദയവായി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും നോട്ട്സ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. നാളെ നമ്മൾ അടുത്ത ഫ്രൂട്ടിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കയറും. ഗോഡ് ബ്ലെസ് യു. സീ ടുമോറോ. ബൈ.